പക്ഷെ ഞാൻ കിട്ടുന്ന സമയം ഒക്കെ ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കും. അങ്ങനെ കുറേ ചെടി ചീഞ്ഞു പോയി ഗൈസ്. വൈബാണ്. ചിലർ കേൾക്കുമ്പോൾ വിചാരിക്കും ഇവർക്ക് വട്ടാണത്. വട്ടൊന്നുമല്ല ഗൈസ്, ഇതൊക്കെ ഒരു സന്തോഷമാണ്. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പള്ളിയിൽ പോയി വന്നതാണ്. സൺഡേ ആണ്. അപ്പോൾ നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കുറേ അങ്ങനെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ലവ് ബേർഡ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. കാരണം ലവ് ബേർഡ്സിന് ഞാൻ കുറേ കാലമായിട്ട് വളർത്തുന്നുണ്ട്. കുറേ ലവ് ബേർഡ്സ് ചത്തുപോയി, കുറേ പേര് ഇപ്പം കുറച്ച് പേരുണ്ട്. പിന്നെ അപ്പം ഞാൻ സാധാരണ രാവിലെ ലവ് ബേർഡ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ തീന വളർന്നിട്ടുണ്ട്. അപ്പോൾ തീന കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ തീന പച്ച കളറിലാണല്ലോ ആദ്യം ഉണ്ടാവുക. അത് ഒരു യെല്ലോ കളറാവുമ്പോൾ നമുക്ക് ലവ് ബേർഡ്സിനെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല എന്നാണ് ലവ് ബേർഡ്സിനെ വാങ്ങിയ ഷോപ്പിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം 2 ലവ് ബേർഡ്സിനെ ആയിരുന്നു ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ റെൻറ്റിനാണ്. അപ്പോൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി പിന്നെ 2 ലവ് ബേർഡ്സിനെ ആയിരുന്നു ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടവർക്കറിയാം. അപ്പം ആ 2 ലവ് ബേർഡ്സിൽ ഒരാൾ ചത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തിന കൊടുത്തിട്ടാണോ ചത്തു പോയത്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് തിന കൊടുത്താലൊന്നും ചത്തു പോകത്തില്ല എന്ന്. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് അതിന് കുളവി എന്തോ കുത്തിയതാണ്. അങ്ങനെയാണ് ചത്തു പോയത്. അപ്പോൾ ലവ് ബേർഡ്സിന് തീന കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ തീന കുറേ തീനയുണ്ട് ഇവിടെ, അതൊക്കെ കാണിച്ചു തരാം. പിന്നെ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കുഞ്ഞു കൂട്ടിലാണ് ഞാൻ എൻ്റെ കിളികളെ ഇടുന്നത്. കാരണം ഒന്നാമത് നമ്മൾ വലിയ കൂടൊക്കെ ഇവിടെ വെച്ചാൽ നമ്മൾ റെൻറ്റിനാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അടുത്ത വീട്ടിലോട്ട് പോകുമ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കുഞ്ഞു കൂടാകുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ ഒരുപാട് എണ്ണത്തിനൊന്നും ഇതിൽ ഇടാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ 2 പേരെ ഇടാൻ പറ്റുള്ളൂ. പിന്നെ കാണുമ്പോൾ ഒരു ഭംഗിയും പിന്നെ ഇവരുടെ കളകളനാദവും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പേരെയും കൂടെ കൊണ്ടിട്ടത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഈ കിളിക്കൂട് ഞാൻ വെച്ചിട്ടുള്ള ഞങ്ങളിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ കാപ്പി കുടിക്കാനൊക്കെ ഇരിക്കും ഞങ്ങളിങ്ങനെ ആണ് ചേട്ടയും. അപ്പം ഈ സൈഡിൽ തന്നെയാണുള്ളത്. കണ്ടോ, ഈ സൈഡിലാണുള്ളത്. അപ്പം കിളീനെ കാണാൻ, കിളീൻ്റെ സൗണ്ടൊക്കെ രാവിലെ കേൾക്കാനായിട്ട് നല്ല രസമാണല്ലോ. ഞാൻ തീന കാണിച്ചു തരാം. തീന കാണിച്ചു തരാം കേട്ടോ. തീന ഇങ്ങനെ ഞാൻ നട്ടു വളർത്തിയതൊന്നും ആണെന്ന് ആരും വിചാരിക്കണ്ട. തീന തനിയെ ഉണ്ടായതാണ്. ഇവിടെ നമ്മൾ ലവ് ബേർഡ്സിന് തീന വാങ്ങിയല്ലോ, ആ തീന കൊണ്ടിട്ട് അതിൻ്റെ ഉമി ഇങ്ങനെ ഊതി കളയുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന വിത്തൊക്കെ തനിയെ വളർന്നു വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ തീനയുണ്ട്, കുറച്ച് ഉണങ്ങിപ്പോയി, എന്നാലും കുറച്ച് തീനയുണ്ട്. കാണിച്ചു ഇതുണ്ടോ, ഈ കളറിലാവുമ്പോഴാണ് നമ്മൾ ലവ് ബേർഡ്സിന് കൊടുക്കേണ്ടത്. പിന്നെ ഇത് ഉണ്ടാവുമ്പം ഇതാ ഈ കളറിലായിരിക്കും ഉണ്ടാവുക. ഇത് കൊടുക്കണ്ട, കുറച്ചുകൂടി മൂത്തിട്ട് ഈ കളറിലാവുമ്പം വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ലവ് ബേർഡ്സിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തീന തിന്നാനായിട്ട്. അപ്പോൾ നമുക്ക് തീന പറിക്കാം. ഉണ്ടോ, ഇതൊക്കെ തീനയാണ്. പിന്നെ അവിടെ കുറച്ച് ചീരയൊക്കെ നിൽപ്പുണ്ട്. ചീരയൊക്കെ പിന്നെ വിത്തിന് പാകമായിട്ടുണ്ട്. കുറേ ചീര, നമ്മളിവിടെ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ ചീര തോരനൊക്കെ വെച്ചതാണ്. പക്ഷെ ഇതുണ്ടോ, ഈ തീന നമുക്ക് പറിച്ചെടുത്ത് ലവ് ബേർഡ്സിന് കൊടുക്കാം. ഇതുണ്ടോ, ഈ തീനയില്ലേ, ഈ തീനയാണ് കറക്റ്റ് പരുവം കേട്ടോ. തീന ആരുടെയും മുറ്റത്ത് ഇങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ തീന നമ്മൾ ഈ ഒരു കളറിലാകുമ്പോഴേ എടുക്കാവുള്ളൂ. ഇത് കുറച്ച് ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി. ഒരു 3-4 എണ്ണമൊക്കെ മതി കേട്ടോ, ഒരുപാട് കൊടുക്കണ്ട. മഞ്ഞ കളറായത് മാത്രമേ ഞാൻ പറിക്കുന്നുള്ളൂ. ഇതുണ്ടോ, ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഇതിൽ വെച്ചിട്ട് കൊടുക്കാം നമുക്ക്.
ഞാനിതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിന്നുന്ന കാണിച്ചു തരാം. രാവിലെയാണ്, നല്ല വിശപ്പുണ്ടാവും. കണ്ടോ, ഇത് കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തിന ഇഷ്ടമാണല്ലോ, അപ്പം അതിനേക്കാളും ഇഷ്ടമാണ് ഈ തിന തിന്നാൻ കേട്ടോ. ഇനി ഇത് ഇവരിങ്ങനെ തനിയെ ഇങ്ങനെ ഇരുന്ന് തിന്നോളും. ഓക്കെ, ഭയങ്കര രസമാണ് ഇവരുടെ പരിപാടികളൊക്കെ കാണാൻ. ഞാൻ കുറേ നേരം നോക്കിയിരിക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുളസി വേണം. എൻ്റെ തുളസിയൊക്കെ ഉണങ്ങിപ്പോയി ഗൈസ്. തുളസി ഉണങ്ങിപ്പോയി. അപ്പം ഇതുണ്ടോ, ഫുൾ മുരടിച്ച് പോയി. ഇവിടെ കോഴിക്കോട് ഭയങ്കര വെയിലാണ്, ചൂടാണ്, നനയ്ക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ എന്താണെന്നറിയില്ല, അങ്ങോട്ട് വളരുന്നില്ല, ശോഷിച്ചു പോയി. ഇത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും അവർക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ കൊടുക്കുകയാണ്. വേറൊരു വലിയ തുളസി ഉണ്ടായിരുന്നു, അത് മുഴുവൻ ഉണങ്ങിപ്പോയി കണ്ടോ. പക്ഷെ ചെമ്പരത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് കീഴാർനെല്ലി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതാണ് ഞാൻ നോക്കുന്നത്. ഒരു തുളസീൻ്റെ ചെറിയൊരു കമ്പുണ്ട്. ഈ നിൽക്കുന്ന സാധനമാണ് കണ്ടോ, കീഴാർനെല്ലി. ഈ സാധനം കിളിക്ക് എന്തൊരു ഇഷ്ടമെന്നറിയോ. ഞാൻ പറിച്ച് കളയാതെ വെച്ചേക്കുന്നതാണ് ഇത് ചെടിച്ചട്ടിയിൽ. ഇത് ഭയങ്കര ഇഷ്ടമാണ് കിളിക്ക്, നല്ല ഔഷധമാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത് കേട്ടോ. കീഴാർനെല്ലി ഇലേൻ്റെ അടിയിലിങ്ങനെ നെല്ലിക്ക പോലെ കിടക്കുന്ന ഇതുകൊണ്ടാണ് കീഴാർനെല്ലി എന്ന് പേര് വന്നത് ആയിരിക്കും കേട്ടോ. അവർ നല്ല ബിസിയാണ് ഗൈസ്. ഇവരിത് മുഴുവൻ കഴിക്കും. ഇനി ഇപ്പം രാവിലെ ഫുഡ് കൊടുത്ത് ഞാൻ പിന്നെ വൈകുന്നേരം കൊടുക്കുള്ളൂ കേട്ടോ. വൈകുന്നേരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാത്രി അവർ ഉറങ്ങും, നല്ലതായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇവർ തമ്മിൽ ഇടയ്ക്ക് അടി കൂടും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും. കാരണം ഇവരടി കൂടുമ്പോഴേ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും ചില സമയത്ത്. പക്ഷെ സാധാരണ ലവ് ബേർഡ്സ് കേട്ടോ, പക്ഷെ ഇവരങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല. ഞാനിതിങ്ങനെ കുത്തിയൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ അവർക്ക് ഈ മരം പോലെ ഇരുന്നിങ്ങനെ തിന്നാൻ ഭയങ്കര മരം പോലെ ഫീലാവും. തുളസിയില ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഒക്കെ അവർ തിന്നോളും. ഇനി നമുക്ക് ഇവർക്ക് വെള്ളം വെച്ച് കൊടുക്കണം. എന്താ, തുളസിയിലേക്ക് അടിയാണ്. തുളസി കമ്പ് ഒക്കെ അവർ തിന്നും. അതൊക്കെ തിന്നിട്ട് ലാസ്റ്റ് കീഴാർനെല്ലി കഴിക്കുള്ളൂ. പനിക്കൂർക്കൊക്കെ ഇവർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ പനിക്കൂർക്ക ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. തുളസിയില കണ്ടാൽ പിന്നെ അവർക്കൊന്നും വേണ്ട. അവർക്ക് ഇലയും തിനയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. തുളസിയില, കീഴാർനെല്ലി, അതുപോലെ തിന ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പനിക്കൂർക്ക ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പനിക്കൂർക്ക കൊടുക്കാത്തത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി കൊടുക്കാം. ഓക്കെ, നല്ല ചൂട് കാലമാണ്. അപ്പോൾ എപ്പോഴും കിളിക്കൂട്ടിൽ വെള്ളം ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെക്കും. എന്തിനാണെന്നറിയോ, ഇവർക്ക് കുളിക്കാനാണ്. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷെ ഇവർ കുളിക്കും. ഇവർ ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ നനച്ച് ചിറകൊക്കെ കുടയും. അപ്പം നല്ല ചൂടല്ലേ, അപ്പം ഞാൻ നല്ല തണുത്ത വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കാറുണ്ട്. ഡെയിലി മാറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും. കുടിക്കാനുള്ള വെള്ളം വേറെ വെക്കും. ഓക്കെ, ആദ്യം നമുക്കിത് നിറച്ച് വെക്കാം.
കണ്ടോ ഗൈസ്, ഇത് നിറയെ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല കൂട്ടിൽ വെച്ച് കൊടുക്കാം. ഈ കൂട്ടിൽ ചെറിയൊരു കുടിക്കാൻ വെള്ളം വെക്കുന്നൊരു ഇതുണ്ടാവും. ഇത് എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് പായൽ പിടിക്കും. അപ്പോൾ നമ്മളതിങ്ങനെ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ കഴുകിയിട്ട് വേണം അടുത്ത ദിവസം വെള്ളം വെക്കാനായിട്ട്. കണ്ടോ കണ്ടോ, ഇത് നിറച്ച് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കുടിക്കാൻ വെച്ച് കൊടുക്കാം. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും എൻ്റെ ഡെയിലി റുട്ടീനിലുള്ളൊരു കാര്യമാണ്. ഈ എല്ലാ ദിവസവും രാവിലെ റോസുട്ടീനെ സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ എൻ്റെ മക്കൾ വേറാണ്. ഇവരെ കെയർ ചെയ്തിട്ടേ ഞാൻ കോളേജിൽ പോകാറുള്ളൂ. കാരണം നമ്മളെപ്പോലെ ഒരു ജീവനുള്ള വസ്തുവാണല്ലോ. അപ്പം അവർക്ക് വിശക്കും, അവർക്ക് ദാഹിക്കും, അവർക്കും ബേസിക് നീഡ്സ് ഉണ്ട്. അതെല്ലാം ചെയ്ത് കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരെ വളർത്തുന്നതിന് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ടേ പോകുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ഉച്ചയ്ക്ക് കോളേജ് വിട്ട് വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല. ഞാനും ഈ കിളികളും മാത്രമല്ലേ. അപ്പം ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ അവരിങ്ങനെ ഒച്ചയുണ്ടാക്കും. അവരുടെ അമ്മ വന്നു, അതാണ് നോട്ട് ദ പോയിൻറ്റ്. അപ്പോൾ അവർക്ക് ഭയങ്കര കാര്യമാണ് എന്നോട്. മിണ്ടാപ്രാണികൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവർ തിരിച്ചും അത് കാണിക്കും. അവർക്ക് മിണ്ടാൻ അറിയില്ല എന്നല്ല, അവർക്ക് മനസ്സ് നിറയെ സ്നേഹമാണ്. ഓക്കെ, എന്തായാലും ഇതാണ് എൻ്റെ ലവ് ബേർഡ്സിൻ്റെ കെയറിങ്ങിൽ ഇത്രയൊക്കെയാണ് മെയിനായിട്ടും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ അവർക്ക് ഫ്രൂട്ട്സ്, മിക്സഡ് സീഡ്സൊക്കെ നമുക്ക് ഈ പെറ്റ്സിൻ്റെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. സീഡ് മിക്സും അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് എപ്പോഴും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാൽസ്യത്തിൻ്റെ അതിനെന്താ പറയുക, കാൽസ്യം ഒരു കല്ല് പോലത്തെ ഒരു സാധനമുണ്ട്. അത് നല്ലതാണ്. പക്ഷെ ഞാനത് വാങ്ങാൻ വിട്ടുപോയതാണ്. അത് കുറേ നാളെ വിചാരിക്കുന്നു വാങ്ങണം. അത് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ്. കാൽസ്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട്, പെട്ടെന്ന് മുട്ടയിടാനായിട്ടൊക്കെ നല്ലതാണ്. കണവനാക്ക് ആ സാധനം. പിന്നെ ഫ്രൂട്ട്സ് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. പിന്നെ മുട്ടയുടെ എഗ് വൈറ്റ് നല്ലതാണ് കൊടുക്കുന്നത്. ചില കിളികൾ അതൊന്നും കഴിക്കില്ല കേട്ടോ. ഞാൻ ഇവർക്ക് ഇടയ്ക്ക് കൊടുക്കും, ഇച്ചിരി കൊടുക്കും. കാരണം നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂട്ടിൽ പെട്ടെന്ന് ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട്. അവർ കഴിച്ചില്ലെങ്കിൽ അതൊന്ന് നോക്കിയിരിക്കണം അത് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഈ തിണയാണെങ്കിൽ തന്നെ നമ്മൾ ഡെയിലി കൂട് ക്ലീൻ ചെയ്യണം. അടിയിൽ ഇതുണ്ടല്ലോ, അതെടുത്തിട്ട് അതെടുത്ത് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ഉറുമ്പ് കയറാൻ സാധ്യത കൂടുതലാണ്. ഇത് പിന്നെ ഇങ്ങനെ കെട്ടി തൂക്കിയതായതുകൊണ്ട് അങ്ങനെ അടിയിലെവിടെ കയറി വരത്തില്ല. അതുകൊണ്ട് അത്രയും സേഫാണെന്ന്. പക്ഷെ ഇങ്ങനെ 4 കാലൊക്കെ നാട്ടി അതിൻ്റെ മേലെ കൂടൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് എപ്പോഴും മണ്ണിൽ നിന്ന് ഇങ്ങനെ ഉറുമ്പ് കയറി വരും. അപ്പം മഞ്ഞൾപ്പൊടി വിതറുക എന്നാണ് പറയുക. മഞ്ഞൾപ്പൊടി വിതറിയിട്ടുണ്ടാവണം. പിന്നെ ആദ്യം എൻ്റെ കൂടെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ എപ്പോഴും ഉറുമ്പ് കയറുമായിരുന്നു. അതുപോലെ പാമ്പ് ഞാനിതുവരെ വളർത്തിയിട്ട് പാമ്പിനെ കണ്ടിട്ടില്ല. പാമ്പ് വരുന്നത് എപ്പോഴാണെന്ന് അങ്ങനെ പറയപ്പെടുന്നത്, കൂട് ക്ലീൻ അല്ല, ഭയങ്കര സ്മെല്ലാണെങ്കിൽ പാമ്പ് വരും, അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഡെയിലി കൂട് ക്ലീൻ ചെയ്യുക. കൂടിൻ്റെ ചുവട്ടിൽ അത് എപ്പോഴും മണ്ണിലോട്ടായിരിക്കുമല്ലോ അതിൻ്റെ വിസർജ്യങ്ങളൊക്കെ വീഴുക. അപ്പോൾ അതെല്ലാം നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ കൂടിൻ്റെ ചുറ്റുപാടും എല്ലാം വൃത്തിയായിട്ടുണ്ടാവണം. സ്മെല്ല് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ തുളസിയില, പനിക്കൂർക്കയും കീടാർനെല്ലിയൊക്കെ കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അതൊക്കെ ഔഷധങ്ങളാണ്. ആ ഔഷധങ്ങൾ കഴിക്കുമ്പം ഇതുങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ നല്ല കളർഫുള്ളായിട്ടിരിക്കും. ഇവരുടെ കളറ് ഞാൻ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര കളറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ യെല്ലോ നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, നല്ല ബ്രൈറ്റ് കളറാവും. ഇത്രയാണ് ഈ ലവ് ബേർഡ്സിനെ കുറിച്ച് എനിക്ക് പറയാൻ അറിയാവുന്ന കാര്യങ്ങൾ.
പിന്നെ ഇവരുടെ കൂട്ടിൽ ഒരു കലമൊക്കെ വെച്ച് കൊടുക്കണം ഇവർക്ക്. ഞാനിവരെ ബ്രീഡ് ചെയ്യിപ്പിക്കാനൊന്നല്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ചുമ്മാ അങ്ങനെ ഇവരുടെ സൗണ്ടില്ലേ, ഈ സൗണ്ട് കേൾക്കാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ സൗണ്ട് കേൾക്കാൻ ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഈ സൗണ്ട് കേൾക്കണമെന്ന് ഇവരുടെ സ്നേഹം നമ്മൾ കണ്ട് പഠിക്കണം. ഈ ലവ് ബേർഡ്സിൻ്റെയൊക്കെ സ്നേഹം അവരെത്ര അടികൂടിയാലും ഭയങ്കര സ്നേഹമാണ്. 2 പേര് പെയറായിട്ട്, ഇവർ 2 പെയറാണ് ഇതിനകത്തുള്ളത്. അവർ ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിലും ഭക്ഷണം കഴിക്കാനും ഒക്കെ അടുത്തടുത്തിരുന്നിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ കാണാം. അപ്പം പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇതിനെ വെച്ചിട്ടുള്ളത്, ഇവിടെ ഇവിടെ ചേട്ടായിരിക്കും ചായ കുടിക്കാനായിട്ട് വൈകുന്നേരം അല്ലെ രാവിലെയൊക്കെ. അപ്പം ഇതുങ്ങളിങ്ങനെ ഉള്ളപ്പോൾ ഒരു വൈബാണ്. ചിലർ കേൾക്കുമ്പോൾ വിചാരിക്കും ഇവർക്ക് വട്ടാണത്. വട്ടൊന്നുമല്ല ഗൈസ്, ഇതൊക്കെ ഒരു സന്തോഷമല്ല. പിന്നെ എനിക്ക് കുറേ ചെടികളൊക്കെ ഇട്ട് അത് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫുള്ള് സെറ്റാണ്. ഇവിടെ കുറേ ചെടികൾ ഉണങ്ങിപ്പോയി. നല്ല ചൂടല്ലേ, എനിക്കാണെങ്കിൽ ചില ദിവസങ്ങളിൽ സമയം കിട്ടാറില്ല ചെടി നനയ്ക്കാൻ. പക്ഷെ ഞാൻ കിട്ടുന്ന സമയം ഒക്കെ ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കും. അങ്ങനെ കുറേ ചെടി ചീഞ്ഞു പോയി ഗൈസ്. കുറേ വെള്ളം കൊടുത്ത് ചീഞ്ഞു പോകില്ലേ. പക്ഷെ കുറേ ചെടികളുണ്ട് ഇപ്പോഴും. ചീരയുണ്ട് ഒക്കെ ഉണ്ട്. ഞാനെല്ലാം അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇനി അങ്ങോട്ട് വീഡിയോസിൻ്റെ കളി അറിയാം. ഇങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത് വീഡിയോ ഇടുമല്ല. എന്തായാലും നോക്കാം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ.